നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കേസ്. സാന്ദ്ര തോമസ് നവമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ തന്നെ അപമാനിച്ചുവെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണം. ലെബി സജീന്ദ്രൻ ചേരുന്നു. ലെബി, ഈ ലിസ്റ്റിൻ സ്റ്റീഫനും സാന്ദ്ര തോമസും തമ്മിലുള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിപ്പോ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിലൂടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിക്കുന്നത് എന്താണ്? ഓക്കെ, ഇപ്പോൾ നിലവിൽ സാന്ദ്ര തോമസിനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം തന്നെ അപമാനിച്ചു എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ പരസ്പര പോര് അത് കാലങ്ങളായി തന്നെ നിലനിൽക്കുന്നതാണ്. നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ സാന്ദ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, ഇതിപ്പോൾ ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിലൂടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് എന്താണ്? റോഷ്നി തനിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തനിക്ക് മാനനഷ്ടം വരുത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ 2 കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണവുമായി ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ് രംഗത്ത് വന്നത്. അന്ന് സാന്ദ്ര ഉന്നയിച്ച പ്രധാന ആരോപണം ഇതാണ്. അതായത് തമിഴ്നാട് വട്ടിപ്പലിശക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, അതിന്റെ ഇടനിലക്കാരനായി ലിസ്റ്റിൻ സ്റ്റീഫൻ വർത്തിക്കുന്നു. ഇവിടെ പൈസ ആവശ്യമുള്ള നിർമ്മാതാക്കളെ കണ്ടുപിടിച്ച് വട്ടിപ്പലിശക്കാരെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുവഴി മലയാള സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. മലയാള സിനിമാ ലോകത്തെ തമിഴ് സിനിമ വട്ടിപ്പലിശക്കാരുടെ തൊഴുത്തിൽ കൊണ്ട് നിർത്തുന്നതിനായി ഇടനിലക്കാരനായി ലിസ്റ്റിൻ സ്റ്റീഫൻ വർത്തിക്കുന്നു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് സാന്ദ്ര തോമസ് അന്ന് ഉന്നയിച്ചത്. അതിനെതിരെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ 2 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. റോഷ്നി, ഇതിനോടുള്ള സാന്ദ്രയുടെ പ്രതികരണം ഇതാണ്. അതായത് താൻ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോടതി അന്വേഷണത്തിലൂടെ തെളിയിക്കട്ടെ. തന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സാന്ദ്രയും പ്രതികരിക്കുന്നു. റോഷ്നി, ശരി. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.